എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഭവാൻ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഭവാൻ. ഇനി എന്താക്കിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനേ, നിൻ തൃപ്പാദ പങ്കജം കൈതൊഴുന്നേൻ. തൃപ്പാദ പങ്കജം കൈതൊഴുന്നേൻ. ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഭഗവാനോട് ഒന്നും പറയേണ്ട കാര്യമില്ല, ഒന്നും ഇരക്കേണ്ട കാര്യമില്ല. എല്ലാം അവിടത്തേക്ക് അറിയാം. സമയമാകുമ്പോൾ എല്ലാം എന്താണോ നമുക്ക് ഹിതമായ കാര്യം അത് ഭഗവാൻ ചെയ്തിരിക്കും. എത്ര അർത്ഥവത്തായ വരികൾ. ഭക്തപ്രിയനാണല്ലോ ഭഗവാൻ. ഭക്തര് യാചിച്ചും കേണും കരഞ്ഞും പിണങ്ങിയിരുന്നിട്ടുമൊക്കെ ഭഗവാനോട് പല കാര്യങ്ങളും ആവശ്യപ്പെടും. അതൊന്നും ചിലപ്പോൾ നമുക്ക് ഹിതമായിട്ട് വരാത്തത് കൊണ്ടാവാം ഭഗവാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ മൂഢരായ നമ്മളോ അതൊന്നും അറിയാതെ ഭഗവാനോട് വീണ്ടും വീണ്ടും യാചിച്ചും പിണങ്ങിയും ദേഷ്യപ്പെട്ടുമൊക്കെ അത് മേടിച്ചെടുക്കാൻ നോക്കും. അപ്പോൾ എന്തായിരിക്കും ഫലം? അത് സംബന്ധിച്ചൊരു കഥയുണ്ട്. പാരിജാത പൂക്കളും ശ്രീകൃഷ്ണനും സത്യഭാമയും രുക്മിണിയും ഒക്കെയുള്ള ആ കഥയൊന്ന് കേട്ടാലോ? അങ്ങ് സ്വർഗലോകത്തിൽ ദേവേന്ദ്രന്റെ അമരാവതിയിലെ നന്ദനവനത്തിൽ അതിസുന്ദരമായ പുഷ്പങ്ങളുള്ള ഒരു വൃക്ഷമുണ്ട്, പാരിജാതം. അതിനെ ഭക്തിയോടുകൂടി പൂജിച്ചു കഴിഞ്ഞാല് ആവശ്യപ്പെടുന്നത് എന്തു ലഭിക്കും. മന്ദരപർവ്വതത്തെ കടക്കോലാക്കി വാസുകിയെ കയറായിൽ വലിച്ചുകൊണ്ട് അമൃതകുംഭം എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ കഥ അറിയാലോ. ആ സമയത്ത് പാലാഴിയിൽ നിന്ന് പല ദിവ്യ വസ്തുക്കളും ഉണ്ടായി വന്നു. അതിൽ 4 ദിവ്യ വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. അതിസുന്ദരവും ആവശ്യപ്പെടുന്നത് എന്തും തരുന്നതും അതിദിവ്യ ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള അത്തരം വൃക്ഷങ്ങളിൽ ഒന്നായിരുന്നു പാരിജാതം. അത് ഭഗവാൻ ദേവേന്ദ്രന് സമ്മാനിക്കുകയായിരുന്നു. ഇന്ദ്രൻ ആ വൃക്ഷത്തെ തന്റെ പത്നിയായ ഇന്ദ്രാണിയെ ഏൽപ്പിക്കുകയാണ്. ഇന്ദ്രാണി അല്ലെങ്കിൽ ശചീദേവി തന്റെ കുഞ്ഞിനെ പോലെ നന്ദന ഉദ്യാനത്തിൽ ആ വൃക്ഷത്തെ വളർത്തിയെടുക്കുകയാണ്. ആ വൃക്ഷത്തോട് ആ അമ്മയ്ക്ക് വലുതായിട്ടുള്ള ഒരു ആത്മബന്ധം ഉടലെടുക്കുകയാണ്. നല്ല മണമുള്ള അതിസുന്ദരമായ പുഷ്പങ്ങളായിരുന്നു പാരിജാതത്തിൽ നിന്ന് എല്ലാ ദിവസവും വിരിയുന്നത്. നാരദമുനിയെ കുറിച്ച് അറിയില്ലേ? ഭക്തോത്തമൻ, ഭഗവാന്റെ ഭക്തന്മാരിൽ അതിപ്രധാനി. 14 ലോകങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുന്ന നാരദമുനി പലവട്ടം സ്വർഗലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിലും നന്ദന ഉദ്യാനത്തിലെ പാരിജാത വൃക്ഷം എന്തുകൊണ്ടോ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒടുവിൽ ദ്വാപരയുഗ കാലഘട്ടത്തിൽ ഒരിക്കൽ അമരാവതിയിലെത്തുന്ന നാരദർ നന്ദന ഉദ്യാനത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുമ്പോൾ നിറയെ പൂവിട്ട് അതിസുന്ദരമായിട്ടുള്ള ആ പൂക്കൾ വിടർത്തി നിൽക്കുന്ന പാരിജാത വൃക്ഷം കാണാനിടയാകുകയാണ്. അതിൻ്റെ അതിസുന്ദരമായ മണത്തിൽ അലിഞ്ഞു പോയി നാരദർ. അതിൽ നിന്ന് കുറെ പുഷ്പങ്ങളെന്ന് ശേഖരിച്ചെടുക്കുകയാണ് നാരദർ. ഇത് കൊണ്ടുപോയി ഭൂമിയില്. അപ്പോ ഭഗവാൻ ദ്വാരകയിൽ ദ്വാരകാധീശനായി വാണരുളുന്ന സമയമാണ് കേട്ടോ. ഭഗവാനെ കാണാനായിട്ട് അടുത്തതായി ദ്വാരകയിലേക്ക് പോകണം. അവിടെ പോകുമ്പോ ഈ മനോഹരമായ പുഷ്പങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കാം. അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നാരദര് ദേവേന്ദ്രന്റെ അനുവാദത്തോടു കൂടി കുറച്ച് പുഷ്പങ്ങൾ ശേഖരിച്ചെടുക്കുകയാണ്. ആ സമയത്താണ് നരകാസുര വധം നടക്കുന്നത്. അതുകൊണ്ട് ദേവേന്ദ്രന് ഭഗവാനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. നരകാസുരനിൽ നിന്ന് തന്റെ അമ്മയായ അതിഥിയുടെ കുണ്ടലങ്ങൾ വീണ്ടെടുക്കുന്നത് ഭഗവാനാണല്ലോ. ആ സമയത്ത് സത്യഭാമയ്ക്ക് കുറച്ച് അഹങ്കാരം അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട്. ഭഗവാന് തന്നോട് കൂടുതലായ സ്നേഹമുണ്ട് എന്ന്. ഭഗവാന് 16,108 ഭാര്യമാരാണല്ലോ. അതിലെ 8 പ്രധാനപ്പെട്ട ഭാര്യമാർ. ഏറ്റവും പ്രധാനിയാണ് രുക്മിണി ദേവിയെങ്കിലും സത്യഭാമയുടെ ചിന്ത
ഇവരിലെല്ലാം വെച്ച് താനാണ് കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതുകൊണ്ടല്ലേ തന്നെയും കൂട്ടി നരകാസുര നിഗ്രഹത്തിന് പോയത്. മാത്രമല്ല, നരകാസുരനെ നിഗ്രഹിക്കാൻ താനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന് തന്നോട് തീർച്ചയായിട്ടും പ്രത്യേക വാത്സല്യം, പ്രേമമുണ്ടെന്ന് സത്യഭാമ വിശ്വസിക്കുകയാണ്. അത് അവളുടെ ഉള്ളിലൊരു അഹങ്കാരമായി വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. അത് ഭഗവാൻ അറിയുന്നുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് 16,108 ഭാര്യമാരുണ്ടായതെന്നുള്ള കഥയും അറിയാലോ. നരകാസുരൻ തടവിലാക്കി പീഡിപ്പിച്ചിരുന്ന 16,000-ഓളം അഗതികളായ സ്ത്രീകളെ സംരക്ഷിക്കുക വഴിയാണ് ഭഗവാൻ അവരുടെയും പതിയായി മാറിയത്. എന്തായാലും ഭൂലോകത്ത് നാരദരെത്തി. ദ്വാരകയിലാണ് നേരെ എത്തുന്നത്. അപ്പോ ഭഗവാൻ രുക്മിണി ദേവിയോടൊത്ത് അമ്മയുടെ മണിമന്ദിരത്തിൽ ഇരിക്കുകയാണ്. പാരിജാത പൂക്കളുടെ ഗന്ധം കൊണ്ടാണ് നാരദർ ആ മണിമന്ദിരത്തിലേക്ക് കടന്നു വരുന്നത്. നാരദരെ കാണുമ്പോ ഭഗവാന് വലിയ സന്തോഷം തോന്നുമെങ്കിലും മനസ്സിൽ ആകുലതയുണ്ട്. കലഹപ്രിയനാണല്ലോ. ഇനി എന്താണാവോ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്? എന്തായാലും ഭക്തോത്തമനായ അദ്ദേഹം ചെയ്യുന്നത് എന്തും അവസാനം നല്ലതായേ വരികയുള്ളൂ. അതും ഭഗവാൻ അറിയാം. രുക്മിണി ദേവി ഓടിച്ചെന്ന് ഭഗവാന്റെ ഭക്തനെ യഥോചിതം സ്വീകരിച്ചിരുത്തി. അദ്ദേഹം തന്റെ കൈകളിലിരുന്ന പാരിജാത പുഷ്പങ്ങൾ ഭഗവാനെയും രുക്മിണി ദേവിയെയും കാണിച്ചു കൊടുത്തു. രുക്മിണി ദേവിക്ക് അത്യത്ഭുതമായി. എത്ര സുന്ദരമായ പുഷ്പങ്ങൾ! എന്തു മണാണിതിന്! ഈ പുഷ്പങ്ങൾ കുറെ കിട്ടിയിരുന്നെങ്കില് ഭഗവാന് മാല ചാർത്തായിരുന്നു. രുക്മിണി ദേവിക്ക് പെട്ടെന്ന് അങ്ങനെയാണ് മനസ്സിൽ വരിക. എന്ത് കിട്ടിയാലും അത് സമർപ്പിക്കണം, ഭഗവാനെ അലങ്കരിക്കണം. രുക്മിണി ദേവിക്ക് ഭഗവാന്റെ സന്തോഷമായിരുന്നു ഏറ്റവും വലുത്. എപ്പോഴും ഭഗവാൻ സന്തോഷവാനായിട്ട് സമാധാനമായിട്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് എന്തൊക്കെ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്ത കൂടിയായിരുന്നു രുക്മിണി ദേവി. അപ്പോ രുക്മിണി ദേവിയുടെ മനസ്സിലെ ആഗ്രഹം ഭഗവാൻ എന്തായാലും മനസ്സിലാക്കുമല്ലോ. നാരദര് ആ പുഷ്പങ്ങളൊക്കെ രുക്മിണി ദേവിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് രുക്മിണി അമ്മയ്ക്ക് ഇരിക്കട്ടെ. ഈ പാരിജാത പൂക്കൾ സ്വീകരിക്കുവാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ആള് രുക്മിണി ദേവി തന്നെയാണ്. പൂക്കൾ രുക്മിണി ദേവി സന്തോഷത്തോടു കൂടി വാങ്ങി. ഇത് കൊണ്ടുപോയി കുറച്ചെങ്കിലുള്ളൂ, എന്തായാലും സാരമില്ല, തന്റെ പൂജാമുറിയിലുള്ള ഭഗവാന്റെ തന്നെ വിഗ്രഹത്തില് അത് കൊണ്ടുപോയി ആ പാദത്തില് രുക്മിണി ദേവി സമർപ്പിക്കുകയാണ്. ഭഗവാൻ ഇതെല്ലാം നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നാരദരെ നോക്കുന്നുണ്ട്. എന്തിനുള്ള പുറപ്പാടാണ് നാരദരെ എന്നുള്ളതാണ് ആ നോട്ടത്തിന്റെ ഒരു അർത്ഥം. നാരദര് ചിരിച്ചു. നാരദര് കുറച്ചു നേരം വിശ്രമിക്കുകയാണ്. ഭഗവാനും വിശ്രമിക്കുകയാണ്. ആ സമയത്ത് നാരദർ പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് രുക്മിണി ദേവിയുടെ മണിമന്ദിരത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെ സത്യഭാമയുടെ മണിമന്ദിരം കാണുന്നത്. നാരദര് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് സത്യഭാമാദേവി ഓടി വരികയാണ്. ഭഗവാന്റെ ഭക്തനായി നാരദര് വന്നു എന്നറിയുമ്പോ എന്നിട്ട് യഥോചിതമായി സ്വീകരിച്ചിരുത്തുന്നു. നാരദര് സത്യഭാമയോടായിട്ട് പറയുന്നു, ഹേ ദേവി, അങ്ങ് എത്ര ഭാഗ്യവതിയാണ്. ശ്രീകൃഷ്ണന്റെ പത്നിമാരിൽ അദ്ദേഹത്തിന്റെ മനസ്സ് കവർന്നവൾ. അദ്ദേഹം അങ്ങേക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. നരകാസുരനെ നിഗ്രഹിക്കാനായിട്ട് അങ്ങാണ് ഭഗവാനെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങയോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പെട്ടെന്ന് സത്യഭാമ ചോദിച്ചു, അത്രയും നേരം ഇങ്ങനെ ഒരാളെങ്ങനെ പുകഴ്ത്തി അങ്ങ് മുകളിൽ കൊണ്ടുവച്ചു നാരദര്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് തറയിട്ട പോലെ. സത്യഭാമ ചോദിച്ചു, എന്താ നാരദരെ ഒരു പക്ഷേ? അപ്പോൾ നാരദർ പറഞ്ഞു, അല്ല, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാന് സ്വർഗലോകത്ത് പോയിരുന്നു. അപ്പോ നന്ദനോദ്യാനത്തിലെ അതിസുന്ദരമായിട്ടുള്ള പാരിജാത പൂക്കള് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഭഗവാന് കൊടുക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് രുക്മിണി ദേവിക്ക് അത് കണ്ടപ്പോൾ അത്ഭുതം കണ്ടപ്പോ ഞാനത് രുക്മിണി ദേവിയുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ ഭഗവാൻ അത് തടഞ്ഞില്ല. ഭഗവാൻ പറയേണ്ടതല്ലേ, രുക്മിണി ദേവിക്ക് മാത്രമല്ല, അതിന്ന് കുറച്ചെടുത്ത് സത്യഭാമയ്ക്കും കൊടുക്കണം, അല്ലെങ്കിൽ അത് സത്യഭാമയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഒന്നും പറഞ്ഞില്ല ഭഗവാൻ. ഇത് കേട്ടതും സത്യഭാമയുടെ മുഖം ആകെ മാറി. എന്നാലും ഭഗവാൻ എന്താ പാരിജാത പൂക്കൾ തന്നെ കൂടി കാണിക്കാത്തത്? താൻ ഇതുവരെ പാരിജാത പൂക്കൾ കണ്ടിട്ടില്ല. അപ്പോ രുക്മിണി ദേവിക്ക് കൊടുത്തെങ്കിൽ അത് തനിക്കും തരേണ്ടതല്ലേ? അല്ലെങ്കിൽ തനിക്കല്ലേ അത് തരേണ്ടത്? തന്നോടല്ലേ ഭഗവാൻ ഏറ്റവും പ്രിയമുള്ളത്? ഇങ്ങനെ പല ചിന്തകളും സത്യഭാമയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ആ ഉള്ളില്
ഒരു അസൂയയോ, രുക്മിണി ദേവിയോട് അസൂയയൊക്കെ തോന്നുകയാണ്, ദേഷ്യം വരുന്നുണ്ട് ഭഗവാനോട്. പക്ഷെ പുറത്തൊന്നും കാണിച്ചില്ല. നാരദരോട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ അതിനുശേഷം മോഹവും വീർപ്പിച്ചിട്ട് ഒറ്റ ഇരിപ്പായി. അപ്പോഴേക്കും ഭഗവാൻ സത്യഭാമയുടെ മണിമന്ദിരത്തിലെത്തി. ഭഗവാനെ കണ്ടിട്ട് സത്യഭാമയ്ക്ക് ഒരു കുലുക്കില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാന്, ഭാമേ, നീ എന്താണ് ഞാൻ വന്നിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ലല്ലോ, നിനക്ക് എന്തു പറ്റി? ഭഗവാൻ ചോദിച്ചു. ഭഗവാൻ എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയാത്ത പോലെ നിൽക്കാണ്. നാരദര് ഇവിടെ തിരി കൊളുത്തി വിട്ടിട്ട് പോയി എന്നുള്ളത് ഭഗവാന് മനസ്സിലായി. അപ്പോ സത്യഭാമൻ പറഞ്ഞു, അങ്ങ് എനിക്ക് പാരിജാതപ്പൂക്കൾ തന്നോ? എവിടെ പാരിജാതപ്പൂക്കള്? എല്ലാം രുക്മിണിക്ക് കൊടുത്തില്ലേ? ഇനി അവിടെ പോയി ഇരുന്നാ മതി, ആ മന്ദിരത്തിൽ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്താണ് സത്യഭാമേ? നാരദർ കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു. അത് രുക്മിണി അടുത്തിരുന്നത് കൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവൾക്ക് കൊടുക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിനക്കും കൂടെ തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് ഒന്നാകെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ വിഗ്രഹത്തിൽ സമർപ്പിച്ചു. നിനക്കിപ്പോ എന്താ വേണം? നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? സത്യഭാമൻ പറഞ്ഞു, എനിക്ക് പാരിജാത പൂക്കൾ വേണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പാരിജാത പൂക്കൾ ഞാനിപ്പോ രുക്മിണിയോട് പറഞ്ഞിട്ട് നീ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് പാരിജാത പൂക്കൾ അതെന്ന് പറഞ്ഞ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ സത്യഭാമ പറഞ്ഞു, എന്താണ് അങ്ങ് പറയുന്നത്? എനിക്ക് അത്രേ ഉള്ളോ വില? എനിക്ക് ആ പൂക്കൾ വേണ്ട. എനിക്ക് സ്വർഗലോകത്ത് പോയിട്ട് നന്ദന ഉദ്യാനത്തിൽ പോയിട്ട് എനിക്ക് ആ പാരിജാത വൃക്ഷം വേണം. അത് എൻ്റെ ഉദ്യാനത്തില് എനിക്ക് വളർത്തണം. ഇത് കേൾക്കുമ്പോ ഭഗവാൻ ചിരിക്കും. കാരണം ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുകയാണ് സത്യഭാമ. ശരി, നിന്റെ ആഗ്രഹം സാധിക്കട്ടെ. ഗരുഡ സ്വാമിയെ വിളിക്കൂ. നമുക്ക് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലേക്ക് പോവാം. എന്നിട്ട് ദേവേന്ദ്രനോട് പാരിജാത വൃക്ഷം ആവശ്യപ്പെടാം. സത്യഭാമയും കൂട്ടി ഗരുഡന്റെ പുറത്തേറി സ്വർഗലോകത്തേക്ക് യാത്രയാവുകയാണ് ഭഗവാൻ. ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലെത്തുന്നു. അദ്ദേഹം യഥോചിതം ഭഗവാനെ സ്വീകരിച്ചിരുത്തുന്നു. ഭഗവാൻ പറയുന്നു, എൻ്റെ ഭാര്യയായ സത്യഭാമയ്ക്ക് അങ്ങയുടെ നന്ദനോദ്യാനത്തിലുള്ള ആ പാരിജാത വൃക്ഷം വേണം, അത് നമുക്ക് തരണം. അപ്പോ ദേവേന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അദ്ദേഹം പറയും, അയ്യോ, അത് കൽപ്പവൃക്ഷം കൂടിയാണ്. ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന വൃക്ഷാണത്. അത് സാധാരണ മനുഷ്യരുടെ ലോകത്ത് കൊണ്ടുപോയാൽ അത് ആളുകൾ ദുരുപയോഗം ചെയ്യും. അത്തരത്തിലുള്ള വൃക്ഷം ദേവന്മാർ വസിക്കുന്ന ഈ ദേവലോകത്തിന് ഭഗവാൻ തന്നെ സമ്മാനിച്ചതാണ്. അതൊരിക്കലും മൃത്യുലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെന്തോ ആകട്ടെ, ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്തു തന്നേ പറ്റുള്ളൂ. ആ പാരിജാത വൃക്ഷം എനിക്ക് വേണം, അതെനിക്ക് തരണം. ദേവേന്ദ്രൻ ആകെ സങ്കടത്തിലായി. ദേവേന്ദ്രൻ തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ആ വൃക്ഷം ഭഗവാന് കൊടുക്കട്ടെ. പക്ഷേ ഭാര്യയായ ശചീദേവി അത് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന വൃക്ഷാണ്. അവർക്ക് അത് ആർക്കും കൊടുക്കാൻ സമ്മതമല്ല. ദേവേന്ദ്രനും ആശങ്കയിലാകുന്നു. ദേവേന്ദ്രൻ ഭഗവാനോട് പറയാണ്, അങ്ങ് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വൃക്ഷൻ തരാൻ സാധിക്കില്ല. ഭഗവാന് വല്ലാത്ത ദേഷ്യം വന്നു. താനൊരു കാര്യം ചോദിച്ചിട്ട് ദേവേന്ദ്രൻ തരുന്നില്ല. ദേവേന്ദ്രൻ കുഴപ്പത്തിലായിരുന്ന സമയത്ത് തന്നോടാണ് ആവശ്യം ഉന്നയിച്ചത്, താനത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോ തൻ്റെ ഒരു ആവശ്യം ചോദിച്ചിട്ട് ദേവേന്ദ്രൻ അത് സാധിച്ചു തരുന്നില്ല. അപ്പൊ താൻ ആരാണ് എന്നുള്ളത് ഇപ്പോഴും ദേവേന്ദ്രന് വ്യക്തമായിട്ടില്ല. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥൻ സർവവും ഭഗവാന്റെ കാൽ ചുവട്ടിലാണ് ഇരിക്കുന്നത്. ആ ഭഗവാൻ വന്ന് യാചിക്കുകയാണ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ വൃക്ഷം തരണേ എന്ന്. എന്നിട്ട് ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതാരങ്ങൾ പോലും എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ദേവേന്ദ്രൻ അത് തരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലും അഹംബോധം വർദ്ധിച്ചിരിക്കുന്നു. എല്ലാം ഈ ദേവലോകത്തുള്ളതെല്ലാം തനിക്കുള്ളതാണ്, അല്ലെങ്കിൽ തങ്ങൾക്കുള്ളതാണ് എന്നുള്ള മിഥ്യാചിന്ത, മായ അദ്ദേഹത്തെയും ബാധിച്ചിരിക്കുന്നു. ഭഗവാൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും എടുത്തു കൊടുക്കണമല്ലോ. ചിലപ്പോൾ അത് ഭഗവാന്റെ ഒരു പരീക്ഷണവും ആവാം എന്ന് പലരും ചിന്തിക്കില്ല. ഇവിടെ ദേവേന്ദ്രനും അത്തരത്തിലുള്ളൊരു മൂഢത്വം ബാധിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, തരില്ല എന്ന് തീർത്തു പറഞ്ഞു. ഭഗവാൻ ദേവേന്ദ്രനുമായി യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ദേവേന്ദ്രനും കൃഷ്ണനും തമ്മിൽ ഘോര യുദ്ധം നടന്നു എന്നാണ് പറയുന്നത് ആ വൃക്ഷത്തിന്റെ പേരിൽ. ഒടുവില് മധ്യസ്ഥം വഹിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയും ദേവമാതാവായ അതിഥിയും വരികയാണ്. രണ്ടിടത്തും ജയപരാജയങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഘോരമായ യുദ്ധം നടക്കുന്നു. ഭൂമി ആകെ കിടുകിടാ വിറയ്ക്കുകയാണ്.
ദേവലോകത്തിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഒടുവില് ദേവമാതാവായ അതിഥിയുടെ മധ്യസ്ഥതയിൽ വൃക്ഷം ഭഗവാന് നൽകാമെന്ന് ദേവേന്ദ്രൻ സമ്മതിക്കുന്നു. മാത്രമല്ല തന്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ദേവലോകം പോലും ദേവന്മാർക്ക് കിട്ടില്ല. അപ്പോ ഇതൊന്നും തങ്ങളുടെ സ്വന്തമല്ല, എല്ലാം ഭഗവാന്റെ സ്വന്തമാണ്. അത് ഭഗവാൻ എപ്പോ വേണമെങ്കിലും എടുക്കാം, നൽകാം. ദേവേന്ദ്രൻ എന്നുള്ള പദവി പോലും സ്ഥിരമല്ല, അത് ഓരോ മന്വന്തരത്തിലും മാറിക്കൊണ്ടിരിക്കും. ഓരോ ആത്മാവിന്റെയും പുണ്യങ്ങളുടെ ഫലം അനുസരിച്ചാണ് ദേവപദവി പോലും ലഭിക്കുന്നത്. അപ്പോ ഒന്നും സ്ഥിരമില്ല, സ്ഥായിയായതല്ല ദേവലോകത്ത് പോലും. ഒക്കെയും ഭഗവാന്റെ നിശ്ചയങ്ങളാണ്, ഹിതമാണ്. എല്ലാം ഭഗവാന്റെ ഹിതം അനുസരിച്ചാണ് നടക്കുന്നത്. ആ പരമമായ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ അഹംബോധത്തെ പാടെ നീക്കി തന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുകയാണ് ദേവേന്ദ്രൻ. അത് തന്നെയായിരുന്നു ഭഗവാന്റെയും ഉദ്ദേശം. അങ്ങനെ സന്തോഷത്തോടുകൂടി ദേവേന്ദ്രനും ദേവറാണിയായ ഇന്ദ്രാണി ദേവിയും ആ വൃക്ഷത്തെ സത്യഭാമ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. സത്യഭാമയാണെങ്കിലോ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ്. മാത്രല്ല ഉള്ളിലുള്ള തോന്നലാണ്, തന്റെ ഭർത്താവിന് തന്നോട് എത്ര സ്നേഹമുണ്ട്, എല്ലാവരിലും വെച്ച് തന്നെ എന്തുമാത്രം സ്നേഹിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയ യുദ്ധം വരെ ജയിച്ച് തനിക്ക് വേണ്ടി ഈ വൃക്ഷം നേടിയെടുക്കാൻ നോക്കുമോ? ദേവേന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കുക ആ ചിന്തകളൊന്നും അപ്പോ സത്യഭാമയിൽ ഉണ്ടാകുന്നില്ല. സത്യഭാമ ഉള്ളില് ചിന്തിക്കുന്നത് ഇത്ര മാത്രമാണ്, ഭഗവാന് തന്നോടാണ് ഏറ്റവും പ്രിയം, അതുകൊണ്ട് ഭഗവാൻ എന്തും ചെയ്യും തനിക്ക് വേണ്ടി. അങ്ങനെ സന്തോഷത്തോടുകൂടി ഭൂമിയിലേക്ക് തിരിക്കുകയാണ് സത്യഭാമയും കൃഷ്ണനും. ഭഗവാൻ തന്നെ സത്യഭാമയുടെ മണിമന്ദിരത്തിന്റെ മുറ്റത്തുള്ള ഉദ്യാനത്തില് ആ വൃക്ഷ തൈ നടുകയാണ്. അപ്പൊ ഭഗവാൻ അത് നടുമ്പോ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു, ആ വൃക്ഷത്തിന്റെ വേരുകൾ മാത്രമാണ് സത്യഭാമയുടെ മുറ്റത്തുള്ളത്. അതിലെ പൂക്കൾ മുഴുവനും എവിടെയാണ് വീഴ? രുക്മിണി ദേവിയുടെ മുറ്റത്താണ് വീഴ. അത് പിറ്റേ ദിവസം രാവിലെയാണ് സത്യഭാമ കാണുന്നത്. അതായത് പാരിജാതം എപ്പോഴും രാത്രിയിലാണ് പൂക്കുകയും രാവിലെ സൂര്യന്റെ ആദ്യത്തെ കിരണം ഏൽക്കുമ്പോഴേക്കും അതിലെ പൂക്കൾ മുഴുവനും കൊഴിഞ്ഞു വീഴും. അപ്പോ രുക്മിണി ദേവി അതാ ഓടിച്ചെന്ന് നോക്കുമ്പോ തന്റെ മുറ്റത്ത് നിറയെ താൻ ആഗ്രഹിച്ച പാരിജാത പൂക്കൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് പെറുക്കിയെടുക്കുകയാണ്, മാല ചാർത്തി ഭഗവാൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോ രുക്മിണിയുടെ ഇംഗിതം, മനസ്സിലെ ആഗ്രഹം ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ അതും സാധിപ്പിച്ചു കൊടുത്തു. സത്യഭാമയ്ക്ക് മരം കിട്ടി, പക്ഷേ പൂക്കളെല്ലാം ആർക്കാണ് കിട്ടിയത്? രുക്മിണി ദേവിക്ക്. എന്നാൽ സത്യഭാമയ്ക്ക് അത് ഒട്ടും ഇഷ്ടമാകുന്നില്ല. രുക്മിണി ദേവി ഈ പൂക്കൾ പെറുക്കിയെടുത്ത് ഭഗവാന് മാല ചാർത്ത, ഒരുപാട് പൂക്കൾ കിട്ടിയാല് ഭഗവാന് മാല ചാർത്തായിരുന്നു എന്നാണല്ലോ ചിന്തിച്ചത്. അപ്പോ അതിങ്ങനെ പെറുക്കിയെടുക്കുന്ന ഒരു സത്യഭാമ രുക്മിണിയുടെ അടുത്തുനിന്ന് പറഞ്ഞു, ഇത് ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ട് ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്ത് നേടിയെടുത്ത് തന്നതാണ്. എന്നിട്ട് അങ്ങനെ വിസ്തരിച്ച കഥകളൊക്കെ പറയാണ്. രുക്മിണി ദേവി വളരെ സന്തോഷത്തോടു കൂടി അത് കേട്ടിരിക്കുകയാണ്. എന്തായാലും കിട്ടിയല്ലോ, തന്റെ ആഗ്രഹം ഭഗവാനും സാധിച്ചു തന്നല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ രുക്മിണി ദേവിയുടെ മനസ്സിലെ ചിന്ത. പക്ഷേ സത്യഭാമ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, എല്ലാവരെക്കാളും എന്നോടാണ് ഭഗവാൻ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ രുക്മിണി ദേവി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രുക്മിണി ദേവിക്ക് പൂക്കൾ കിട്ടി, മാല ചാർത്തണം, അത്രയേ ഉള്ളൂ. അതാണ് ഒരു ഭക്തന്റെ ആ ശുദ്ധ മനസ്സ്, അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ടറിഞ്ഞ് ഭഗവാൻ എല്ലാം ചെയ്യുകയും ചെയ്യും. 2 ദിവസം കഴിഞ്ഞു. സത്യഭാമ എന്നും ഉദ്യാനത്തിൽ ചെല്ലും, അതിന് വെള്ളം ഒഴിക്കും പാരിജാത വൃക്ഷത്തിന്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ വൃക്ഷത്തിന്റെ അടിഭാഗം അങ്ങനെ കറുത്തിരുണ്ട് വരുന്നു. അതായത് അത് ഉണങ്ങിപ്പോകാൻ തുടങ്ങുന്നു. ഒരു വൃക്ഷം മരിക്കുന്നതിന് തുല്യമാണ് അത് ഉണങ്ങിപ്പോകുന്നത്. അയ്യോ, എൻ്റെ ഈ പാരിജാത വൃക്ഷത്തിന് എന്തു പറ്റി? അത് ഉണങ്ങി നശിക്കാൻ പോവുകയാണല്ലോ. സത്യഭാമ കരയാൻ തുടങ്ങി. ശചീദേവി സ്വന്തം കുഞ്ഞിനെ പോലെ ദേവലോകത്ത് വളർത്തിയിരുന്ന വൃക്ഷം ഭഗവാനെ കൊണ്ട് കഷ്ടപ്പെട്ട് യുദ്ധം നടത്തി ഭൂമിയിൽ വന്നു. ഭൂമിയിൽ കൊണ്ടുവന്നപ്പോഴോ ഭഗവാനെ കൊണ്ട് തന്നെ അത് നടിച്ചു. പക്ഷെ പൂക്കളൊന്നും തനിക്ക് കിട്ടുന്നില്ല, എല്ലാം രുക്മിണി ദേവിക്കാണ് കിട്ടുന്നത്. ഇപ്പൊ അതാ ആ വൃക്ഷം ഉണങ്ങാനും തുടങ്ങിയിരിക്കുന്നു. എന്തൊരു വിധി ഇത്! സത്യഭാമയുടെ ഉള്ളിലുള്ള അഹങ്കാരമൊക്കെ അങ്ങനെ കുറഞ്ഞു വരികയാണ് കേട്ടോ. നേടി, പക്ഷേ നേടിയതൊക്കെ തനിക്ക് ഉപയോഗപ്പെടാതെ പോകുന്നു. മുഖത്തോടു കൂടിയിട്ട് ആ ഉള്ളിലുള്ള അഹങ്കാരമൊക്കെ കുറഞ്ഞ് വിഷമത്തോടുകൂടി തൻ്റെ മണിമന്ദിരത്തിലിരുന്ന് ആ വൃക്ഷത്തെ നോക്കി കരയാണ് സത്യഭാമ.
ഭഗവാൻ വന്നു കയറുകയാണ് മണിമന്ദിരത്തിലേക്ക് സത്യഭാമയുടെ. അപ്പൊ നോക്കുമ്പോ സത്യഭാമ വളരെ ദുഃഖാണ്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അമ്മ വളരെ ദുഃഖത്തോടു കൂടി കിടക്കുന്നത് കണ്ടപ്പോ ഭഗവാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പോ സത്യഭാമ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാലി പിടിച്ച് കരയാണ്. എന്നിട്ട് പറയാണ്, എന്നോട് ക്ഷമിക്കൂ ഭഗവാനെ, എൻ്റെ മനസ്സിൽ തെറ്റായിട്ടുള്ള ചിന്തകൾ ഉണ്ടായി, കുറച്ച് അഹങ്കാരം ഉണ്ടായി. രുക്മിണി ദേവിക്ക് പാരിജാത പൂക്കൾ കൊടുത്തപ്പോ എന്നോട് സ്നേഹമില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ വൃക്ഷം ആവശ്യപ്പെട്ടത്. എന്നിട്ടും ഭഗവാൻ അതെനിക്ക് സാധിച്ചു വന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി തെറ്റായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം അത് എനിക്ക് നന്നായിട്ട് വന്നില്ല. ഇപ്പോഴാ പാരിജാത പൂക്കൾ മുഴുവനും രുക്മിണിക്കാണ് ലഭിക്കുന്നത്. ഇപ്പോഴാ പാരിജാത വൃക്ഷമാണെങ്കിലോ ഉണങ്ങാനും പോകുന്നു. അത് എന്നിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണം. ഭഗവാൻ ഭാമയുടെ ആ മനംമാറ്റം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ഭഗവാൻ പുഞ്ചിരി തൂക്കി പറഞ്ഞു, എന്തു പറ്റി ഭാമ, ഇപ്പോ എന്താണ്, ഏത് രീതിയിലാണ് നീ നിന്റെ തെറ്റ് തിരുത്താൻ പോകുന്നത്? അപ്പൊ സത്യഭാമ പറഞ്ഞു, ഭഗവാനെ, ദേവലോകത്ത് ഇന്ദ്രാണി അമ്മ സ്വന്തം കുഞ്ഞിനെ പോലെ താലോലിച്ച് വളർത്തുന്ന ഈ വൃക്ഷം, അതിനെ പിടിച്ചു പറിച്ച് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് വെച്ചത് തീരെ ശരിയായില്ല. അതുകൊണ്ട് ഈ വൃക്ഷം അമ്മയ്ക്ക് തന്നെ നമുക്ക് തിരിച്ചേൽപ്പിക്കാം. ഇത് കേട്ടതും ഭഗവാന് ഒരുപാട് സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, വളരെ ഉചിതമായ തീരുമാനം, ഇതാണ് നിനക്ക് ഹിതകരമായിട്ടുള്ള തീരുമാനം. ഇത് നിന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വളരെ നല്ല കാര്യം, നീ നിന്റെ തെറ്റ് തിരുത്തണം. അങ്ങനെ വീണ്ടും ഗരുഡസ്വാമിയെ വിളിച്ച് കൃഷ്ണനും സത്യഭാമയും കൂടി ദേവലോകത്ത് പോവുകയാണ്. എന്നിട്ട് ആ വൃക്ഷം സന്തോഷത്തോടുകൂടി ഇന്ദ്രാണി അമ്മയ്ക്ക് ഇന്ദ്രന് തിരിച്ചേൽപ്പിക്കുകയാണ് സത്യഭാമ. ഭഗവാൻ ഒരു വലിയ ലീല തന്നെ ഇവിടെ നടത്തിയതാണ്. ഇന്ദ്രന്റെയും സത്യഭാമയുടെയും ഉള്ളിലുള്ള അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി. എന്നാൽ അതിസുന്ദരമായ പാരിജാത വൃക്ഷത്തിന്റെ സാന്നിധ്യം ഭൂമിയിലും ഉണ്ടാകണം എന്നൊരാഗ്രഹം ഭഗവാനും സത്യഭാമയ്ക്കും ഉണ്ടെന്നറിയുന്ന ഇന്ദ്രാണി അമ്മ ആ വൃക്ഷത്തിന്റെ കുഞ്ഞൊരു തൈ, ഭൂമിയിൽ വളരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു തൈ, അത് സത്യഭാമയെ ഏൽപ്പിക്കുകയാണ്. അന്നു മുതലാണ് ഭൂമിയില് പാരിജാത വൃക്ഷങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഈ പാരിജാത വൃക്ഷം കേരളത്തിലും പല സ്ഥലങ്ങളിലുണ്ട്, പല വീടുകളിലുണ്ട്. ഈ വൃക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്ന പൂക്കളുടെ പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല ഗന്ധാണ്, രാത്രിയിലാണ് വിരിയ, രാവിലെ ആകുമ്പോൾ മുഴുവനും കൊഴിഞ്ഞു വീഴുകയും ചെയ്യും ആദ്യത്തെ സൂര്യപ്രകാശത്തിൽ തന്നെ. അതിന് പിന്നിലൊരു കഥയുണ്ട്, അത് മറ്റൊരവസരത്തിൽ പറയാം. പിന്നെ ഈ വൃക്ഷത്തിനെ ഭക്തിപൂർവം സേവിച്ചു കഴിഞ്ഞാൽ ആ സേവിക്കുന്ന ആൾക്ക് പൂർവജന്മ സ്മൃതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള പാരിജാതം, ദേവേന്ദ്രന്റെ ഉദ്യാനത്തിലുള്ള ആ പാരിജാതത്തിന്റെ ചെറിയൊരു പകർപ്പ് ഭൂമിയിലും ഉണ്ടാകാൻ കാരണക്കാരനായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഈ കഥ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഭഗവാനോട് സ്നേഹമുണ്ട്, ഭഗവാന് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും സാധിപ്പിച്ചു തരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഹിതാവില്ല. അപ്പോൾ നമ്മളെ അത് ഒരുപാട് വേദനിപ്പിക്കും. ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി ഒടുവിൽ നമുക്ക് ചിന്തകളുണ്ടാകും. തെറ്റായ ചിന്തകളിൽ നിന്ന് നമ്മൾ പുറത്തു വരും. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ ലീലകളാണ്, നമുക്ക് ഹിതകരമായ കാര്യത്തിലേക്ക് എത്തിക്കാനുള്ള ഭഗവാന്റെ ലീലകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും സ്നേഹവും നമുക്ക് ഒരുപാട് വർദ്ധിക്കുകയാണ് വേണ്ടത്. കാരണം ഭഗവാൻ എല്ലാം നമ്മുടെ ഹിതം അറിഞ്ഞ് ചെയ്യും. അതാണ് വിശ്വാസം. ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണം. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.